ഹായ് ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നമ്മൾ ഇന്നൊരു വെറൈറ്റി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് അയച്ചു തന്നിരിക്കുന്നത് ജംബോ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് കമ്പനിയാണ്. ജംബോ മാത്രമല്ല, നേച്ചർ ആൻഡ് നേച്ചർ രണ്ടും ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു. പക്ഷേ രണ്ട് സബ് ഡിവിഷൻസ് പോലെ ആയിരിക്കണം. കാരണം ഇത് രണ്ടും ജംബോ ആ, ഇത് വന്നിട്ട് നേച്ചർ ആൻഡ് നേച്ചർ ആ. അപ്പോൾ നമുക്ക് അവർ അയച്ചെന്ന പ്രോഡക്റ്റ്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജംബോൻ്റെ പ്രീമിയം മിൽക്ക് ചോക്ലേറ്റ്, അതായത് റൈസ് ക്രിസ്പി കഞ്ചാണ്. അപ്പോൾ ഇതെല്ലാം എടുത്തോണ്ട് നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചോക്ലേറ്റ് പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കൊരു സംശയം ഉള്ളതെന്ന് വെച്ചാൽ, ഇത് ചോക്ലേറ്റ് ആയിട്ട് ഞാൻ അലിയിച്ച് കഴിക്കണോ അല്ലെങ്കിൽ ആ റൈസ് ക്രിസ്പ് ഉള്ളതുകൊണ്ട് ഞാൻ കടിച്ച് തിന്നണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ, പകുതി അലിയിക്കും, പിന്നെ അങ്ങ് കടിച്ച് തിന്നുകൊണ്ട് ചെയ്യണം. കാരണം ആ റൈസിൻ്റെ ക്രിസ്പിയും ആ ക്രഞ്ചി ടേസ്റ്റൊക്കെ വരുമ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഓവറോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി അടുത്ത ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കാം. അറൗണ്ട് 20-25 പീസുകൾ കാണണം. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണെങ്കിൽ എനിക്ക് ഗൾഫിലെ മുട്ടയാണ് ഓർമ്മ വന്നത്. അതായത് ഇതേപോലെ കോയിൻ മുട്ടകൾ ഒരു ബാഗിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. എന്താ പറയുക, ഒരു പൈസയുടെ ബാഗ് പോലെ ഇരിക്കും. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വന്നൊരു വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഇവർക്ക് സ്ട്രോബെറി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല വൈറ്റ് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ്. പിന്നെ ഇവിടെ മുട്ടയുടെ പ്രത്യേകത ഉണ്ട്. എല്ലാം 100% വെജിറ്റേറിയൻ ആണ്, അതും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത മുട്ടയിലേക്ക് പോകാം. ഈ മുട്ടയിലാണ് എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ. ഇത് വന്നിട്ട് ജംബോൻ്റെ മിൽക്ക് ചോക്കോ നട്ടി, മിൽക്ക് ചോക്കോ കോട്ടഡ് റോസ്റ്റഡ് ആൽമണ്ട്സ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാണ് അകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പാക്കിങ്ങിൻ്റെ സമയം അലിഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് അങ്ങനെ തന്നെ ഫിക്സായി. നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവർ പറയണ പോലെ തന്നെ പുറത്ത് തന്നെ ചോക്ലേറ്റും അകത്ത് ആൽമണ്ടും ഉണ്ട്. ഉണ്ടോ? അപ്പോൾ ബേസിക്കലി റോസ്റ്റഡ് ആൽമണ്ട് കോട്ട് ചെയ്ത ചോക്ലേറ്റ്സ് നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇവരുടെ ചോക്ലേറ്റ്സ് എനിക്കൊന്ന് നമ്മൾ ഫെസ്റ്റീവ് ഇവൻറ്റ്സ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വീട്ടിൽ പോകുമ്പം അങ്ങനെ കൊടുക്കാൻ പറ്റിയ നല്ല ചോക്ലേറ്റ്സ്. അത് നല്ല പാക്കിങ്ങും ഉണ്ട്, നല്ല ക്വാളിറ്റി പാക്കിങ്ങും, പിന്നെ ടേസ്റ്റിന് കോംപ്രമൈസും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാണും, നിങ്ങൾക്ക് കയറി വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മുട്ടായെല്ലാം അയച്ചു തന്ന ജംബോനും നേച്ചറിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ചോദിച്ചാൽ ഓരോന്നും ഓരോരോ ടേസ്റ്റാണ്. അതായത് ഇത് നമുക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ്, പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ കോയിൻ രീതിയിലാണ്. ഇത് വന്നിട്ട് ചോക്ലേറ്റുമാണ്. ഇതിലുള്ള റൈസ് ആയതുകൊണ്ട് നല്ല ക്രിസ്പിയും ക്രഞ്ചിയും കൂടിയാണ്. പിന്നെ ഇത് വന്നിട്ട് റോസ്റ്റഡ് ആൽമണ്ട് കോട്ടഡ് ചോക്ലേറ്റ്സും ആണ്. അപ്പോൾ അങ്ങനെ പേഴ്സണലി ഫേവറേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, കാരണം എല്ലാം ഡിഫറെൻറ്റ് രീതിയാണ്. പക്ഷെ എന്നാലും പറയുവാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഇത് തന്നെയായിരിക്കും. അതായത് റോസ്റ്റഡ് ആൽമണ്ട് കോട്ടഡ് ചോക്ലേറ്റ്സ് ആണ്. കാരണം നല്ല ടേസ്റ്റാണ്, നല്ല സ്നാക്ക് പോലെ തിന്നാൻ പറ്റും. അത് നല്ല നട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. കാരണം നട്ട്സ് ഇഷ്ടമുള്ളവർക്ക് ഒരു പെർഫെക്റ്റ് മുട്ടായിരിക്കും ഇത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ആ സൈഡിലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത അടിപൊളി റിവ്യൂ ആയിട്ട് പറഞ്ഞവരെ എല്ലാവർക്കും ബൈ.